നമുക്ക് പ്രവചിക്കാൻ വലിയ വിഷമമുള്ളൊരു കാര്യമാണ്. UDF അപ്പർ ഹാൻഡ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. അത് ആ നിലപാട് ശരിയാണെന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. എന്നാലും ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷയ്ക്ക് 2-3 സീറ്റുകൾ ഇപ്പോഴും ഉണ്ട്. പിന്നെ BJPക്ക് വോട്ടിംഗ് ശതമാനം എന്തായാലും വർദ്ധിക്കും. തൃശ്ശൂറും തിരുവനന്തപുരമാണ് BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്നത്. അതിൽ തൃശ്ശൂരുള്ള കടുത്ത ത്രികോണ മത്സരം നടക്കുന്നത് കൊണ്ടാണ് BJPക്ക് ചിലപ്പോൾ ഒരു വിജയസാധ്യത അവിടെ കാണുന്നത്. ഇവിടെ തിരുവനന്തപുരത്തിൻ്റെ കാര്യം നമുക്കറിയാം. പന്ന്യൻ രവീന്ദ്രന് ഈ 2 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളുടെ ഇടയിൽ എന്ത് മത്സരം കാഴ്ചവെക്കാൻ പറ്റും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. തിയറട്ടിക്കലി അതൊരു ത്രികോണ മത്സരമായിട്ട് കാണാം എങ്കിൽ പോലും എഫക്റ്റിൽ ത്രികോണ മത്സരമാകാൻ വഴിയില്ല. അതുകൊണ്ട് 2019 C. ദിവാകരനുണ്ടായ ഒരു ഫാക്ടറുണ്ട്. അത് തന്നെ ഇപ്പോഴും ആവർത്തിക്കാൻ സാധ്യതയില്ലേ? CPIയുടെയും LDFിൻ്റെയും കുറച്ച് വോട്ടുകളൊക്കെ ശശി തരൂരിന് പോകാനും ആ വോട്ട് ട്രാൻസ്ഫർ കൊണ്ട് ശശി തരൂരിന് അനുകൂലമായൊരു ഗുണം വരാൻ വഴിയുണ്ട്. പക്ഷേ മറുവശത്ത് രാജീവ് ചന്ദ്രശേഖർ വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്തവണ കണ്ടത് 3 മുന്നണികളും അവരുടെ സ്ഥാനാർത്ഥികളെ കൂടുതൽ സമയം ചെലവഴിക്കാൻ തീരദേശ മേഖലകളിലാണ്. അതിൽ പ്രത്യേകിച്ച് കോവളം, നെയ്യാറ്റിൻകര, പാറശാല ഈ മേഖലകളിലെ വോട്ടുകളെ നിർണായകമാക്കി നോക്കുകയാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെല്ലാം നോക്കുന്നത് അർബൻ വോട്ട്സ് ഏതാണ്ട് പ്രെഡിക്റ്റീവാണ്. പക്ഷേ റൂറൽ വോട്ട്സിലാണ് ഈ സ്വിങ് വരുന്നത്. അപ്പോൾ CAയെ ആശ്രയിച്ചാണ് ഇടതുപക്ഷം മുസ്ലിം വോട്ട്സിൻ്റെ സ്വിങ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ മറുവശത്ത് മൈനോറിറ്റി കൺസോളിഡേഷൻ ഉൾപ്പെടെയുള്ള ഘടകങ്ങളും തരൂറിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഗുണവുമാണ് UDF പ്രതീക്ഷിക്കുന്നത്. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ പൊതു സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹത്തിന് കരിഷ്മയുണ്ട്, മന്ത്രിയാണ്, പെർഫോമറാണെന്നുള്ള റെപ്യൂട്ടേഷനുണ്ട്. പിന്നെ ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹവും കൂടുതൽ സമയം തീരദേശ മണ്ഡലങ്ങളിലാണ് ചിലവഴിച്ചത്. അവിടുത്തെ ഫിഷിംഗ് കമ്മ്യൂണിറ്റിക്ക് വേണ്ട സാഹചര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ കഴിയും, ചില കാര്യങ്ങളൊക്കെ ചെയ്ത് ഇനിയും ചെയ്യാൻ പറ്റും എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. നെയ്യാറ്റിൻകര ഒരു ടെക്നോ പാർക്ക് കൊണ്ടുവരാമെന്ന് വാക്ക് കൊടുക്കുന്നു. അതേപോലെ പാറശാലയിൽ ഐസർ കൊണ്ടുവരാമെന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിലവിലുള്ളൊരു മന്ത്രി എന്നുള്ള നിലയിൽ പറയുമ്പോൾ അതിനൊരു സ്വാധീനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ 3 പേരും തീരദേശ മണ്ഡലങ്ങളിൽ ഒരുപാട് സമയം ചെലവഴിക്കുന്നു. അപ്പോൾ വളരെ പ്രസ്റ്റീജിയസ് കണ്ടസ്റ്റായിട്ട് വരുന്നു. അപ്പോൾ പന്ന്യൻ രവീന്ദ്രൻ എങ്ങനെ വോട്ട് പിടിക്കുന്നു, ആ വോട്ട് എത്ര കൂടുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും രാജീവ് ചന്ദ്രശേഖറിൻ്റെയും തരൂറിൻ്റെയും വിജയപരാജയങ്ങളെ നിശ്ചയിക്കുന്നത്. ഇവിടെ നമ്മൾ 2019 ഒരു തെരഞ്ഞെടുപ്പിന്റെ കണക്ക് നോക്കുമ്പോൾ കോൺഗ്രസ് അന്ന് 4,16,131 വോട്ടാണ് അന്ന് ശശി തരൂർ നേടിയത്. ജയിച്ചത് 99,989 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. കുമ്മനം രാജശേഖർ അന്ന് 2ാം സ്ഥാനത്തെത്തിയപ്പോൾ പിടിച്ചത് 3,16,142 വോട്ട്. C. ദിവാകരൻ 2,58,556. അപ്പോൾ ഇവിടെ അന്ന് കുമ്മനം രാജശേഖരൻ BJPയുടെ സ്വന്തം ആളാണ്, ഇറക്കുമതി സ്ഥാനാർത്ഥിയല്ല. ഇന്ന് രാജീവ് ചന്ദ്രശേഖരൻ ചില BJP നേതാക്കളെങ്കിൽ പറയുന്നുണ്ട് ഇറക്കുമതി സ്ഥാനാർത്ഥിയാണെന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ 99,989 വോട്ട് കവച്ച് വെട്ടിക്കാൻ രാജീവ് ചന്ദ്രശേഖരന്റെ ഇപ്പോഴത്തെ പ്രവർത്തനം മതിയാകുന്നുണ്ടോ? രാജീവ് ചന്ദ്രശേഖർ ലക്ഷ്യമിടുന്നത് 4 ലക്ഷം വോട്ടിനപ്പുറമാണ്, തർക്കമൊന്നുമില്ല. കാരണം 4 ലക്ഷം വോട്ട് കിട്ടിയില്ലെങ്കിൽ ജയിക്കാൻ പറ്റത്തില്ല. ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് എന്തായാലും ഇന്നത്തെ സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് ഒരു 4 lakhs വോട്ട്സ് വേണം. അപ്പോൾ കുമ്മനം രാജശേഖരൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് RSSൻ്റെ പ്രവർത്തനം ശക്തമായിരുന്നെങ്കിലും RSSൻ്റെ ഒരു മുഖം അത് ഒരു വലിയ പരിധിവരെ തരൂറിന് വോട്ട് ട്രാൻസ്ഫറിന് ഗുണം ചെയ്തു. അപ്പോൾ കുമ്മനത്തിൻ്റെ വോട്ട് ഏറ്റവും കൂടുതലാണ് BJPക്ക് കിട്ടിയതെന്ന് സമ്മതിക്കുമ്പോഴും മറുവശത്തേക്ക് നല്ലൊരു റീഅലൈൻമെൻറ്റ് ഉണ്ടാകാൻ ആ തിരഞ്ഞെടുപ്പ് കാരണമാക്കി. അപ്പോൾ അതേപോലത്തെ ഒരു ഫാക്ടർ ഇവിടെ ഇല്ല. മറിച്ച് രാജീവ് ചന്ദ്രശേഖരനെ ഒരിക്കലും ഒരു RSS ഫേസിൽ കൂടിയല്ല ആൾക്കാർ കാണുന്നത്. മാത്രമല്ല ഈ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത നോക്കിയാൽ ഒരുപക്ഷെ താങ്കളും ശ്രദ്ധിച്ചു കാണും, RSS ഈ തിരുവനന്തപുരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ പ്രാമുഖ്യം കാണുന്നില്ല. അവർ വലുതായിട്ട് രംഗത്ത് വരുന്നില്ല. മാത്രമല്ല ഡെവലപ്മെൻ്റൽ അജണ്ട ഊന്നിക്കൊണ്ട് വികസന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു തിരഞ്ഞെടുപ്പാക്കി മാറ്റാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിയും. അപ്പോൾ അത്തരം ഡെവലപ്മെൻ്റൽ ഫാക്ടേഴ്സ് ഡിബേറ്റ് ചെയ്യുമ്പോൾ നിലവിലുള്ള പെർഫോം ചെയ്യുന്നൊരു മന്ത്രി അദ്ദേഹത്തിന് വോട്ട് കൊടുക്കണമോ, അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് വരാൻ സാധ്യതയുള്ളപ്പോൾ, അതോ മറുവശത്ത് വളരെ കരിഷ്മാറ്റിക് ആയിട്ട് നല്ല പ്രസംഗിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്ന തരൂറിന് വോട്ട് കൊടുക്കും. തരൂറിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ ആക്ഷേപം ബാഴ്സലോണ ഇരട്ട നഗരം കൊണ്ടുവരുന്ന ഉൾപ്പെടെയുള്ള വാക്കുകൾ തന്നെങ്കിലും കാര്യമായിട്ട് തിരുവനന്തപുരത്തിനൊന്നും സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അപ്പോൾ RSSനെ രംഗത്തിറക്കാത്തതൊരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ വാസ്തവത്തിൽ അന്ന് കുമ്മനം രാജശേഖരനുണ്ടായ നേട്ടവും നഷ്ടവും, നേട്ടം വോട്ട് കൂടി, നഷ്ടം എന്താണ്, പോളറൈസേഷൻ മറുവശത്തുണ്ടായി. അത് തടയാൻ ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ രാജീവ് ചന്ദ്രശേഖരന് നിർണായകമായ കടന്നുകയറ്റം നടത്തും. അപ്പോൾ ആരാണെങ്കിലും 4 ലക്ഷത്തിന് വോട്ട് അപ്പുറം
പിടിച്ചാലേ ജയിക്കാൻ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണത്തെ 2,58,000 2,58,000 വോട്ടാണ് ഇദ്ദേഹത്തിന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചെങ്കിൽ അതിൽ കൂടുതൽ കിട്ടാനുള്ള സാധ്യതയ്ക്ക് പന്നൻ രവീന്ദ്രന് കഴിയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക തിരഞ്ഞെടുപ്പ് രംഗത്തുള്ള സാമ്പത്തിക ചെലവുകൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് എല്ലാം വരുമ്പോൾ ഞാൻ സംശയിക്കുന്നത് ഒരു വോട്ട് ഷിഫ്റ്റാണ്. ആ വോട്ട് ഷിഫ്റ്റ് വരുന്നത് ലെഫ്റ്റിൽ നിന്ന് തരൂറിലേക്കാണ്. അതാണ് വരുന്നത്. മറുവശത്ത് കോൺഗ്രസിൽ നിന്നൊരു വിഭാഗം രാജീവ് ചന്ദ്രശേഖറിന് വോട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതിന്റെ കാരണം തരൂർ ഈ സീറ്റ് കുത്തകയാക്കി അതേസമയം മറ്റുള്ളവർക്ക് അവസരം കൊടുക്കും. ശശി തരൂരിനെ തെരഞ്ഞെടുപ്പ് ഒരു പൂകി വിളിയൊക്കെ ഉണ്ടായിരുന്നു കോൺഗ്രസ്സുകാരുടെ. അതൊക്കെ സൂചിപ്പിക്കുന്നത് ചെറുതായിട്ട് ശശി തരൂരിനെതിരെ തന്നെ ഒരു വികാരമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അദ്ദേഹത്തിനെതിരെ ഫീലിംഗ് ഉണ്ട്. അതിന്റെ പ്രധാന ഘടകം പ്രാദേശിക നേതാക്കന്മാർക്ക് വളരെ അനുവാദം കിട്ടുന്നില്ല. അദ്ദേഹം പ്രത്യേകിച്ച് എന്താണ് പെർഫോം ചെയ്തത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇപ്പോൾ ഒരു ലഘുലേഖയൊക്കെ ഇറക്കിയിട്ടുണ്ടെങ്കിലും വ്യക്തമായിട്ട് കാണിക്കാൻ എന്തുണ്ട് എന്നുള്ളതാണ്. അത് ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടിന്റെ കാര്യം പറഞ്ഞാലും ബാക്കി വികസന തിരുവനന്തപുരത്തിന്റെ കാര്യം കൊച്ചിയെ വെച്ചോ മറ്റ് നഗരങ്ങളെ വെച്ച് നോക്കുമ്പോൾ ബാംഗ്ലൂരിനെ വെച്ച് നോക്കുമ്പോൾ തിരുവനന്തപുരം വികസിച്ചിട്ടില്ല. അപ്പോൾ ആ വികസിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ വിശ്വപൗരന്റെ ഉത്തരവാദിത്വം എന്താണ്? അപ്പോൾ നെഗറ്റീവ് ഫാക്ടർ അവിടെ ഉണ്ട്. ആ ഫാക്ടർ ടാപ്പ് ചെയ്യാൻ ആണ് അതേപോലെ ഗണ്യമായ സ്വാധീനമുള്ള ഒരു സ്ഥാനാർത്ഥിയെ മറുവശത്ത് കൊണ്ടുവന്നു. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് പുതിയ ആളാണെങ്കിലും ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു മലയാളിയാണ്. ദക്ഷിണേന്ത്യയിൽ ബിസിനസ് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ പ്രാമുഖ്യം നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് മത്സരം കടുക്കുമ്പോൾ ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തെ പോലെ സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വോട്ടും അറിയാനുള്ളൊരു സാധ്യത കാണുന്നില്ല. പന്നിൻ ചിത്രത്തിൽ ഇല്ലാത്തൊരവസ്ഥ വരുന്നത്. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാർ അല്ലെങ്കിൽ ഇടതുപക്ഷ അനുഭാവം പുലർത്തുന്ന പലരും വോട്ട് മറിച്ച് അങ്ങനെയാണെങ്കിൽ അപ്പോൾ വിജയ സാധ്യത കൂടുതൽ തരൂരിന് വരും. അതെ, ഞാൻ അതുകൊണ്ടാണ് യഥാർത്ഥ ത്രികോണ മത്സരം തിരുവനന്തപുരത്ത് കാണുന്നില്ല എന്ന് പറഞ്ഞത്. അത് ത്രികോണ മത്സരം തൃശ്ശൂറാണ്. നല്ല ത്രികോണ മത്സരം കാണുന്നത് തൃശ്ശൂറാണ്. തിരുവനന്തപുരത്ത് അത്രയും വലിയൊരു ത്രികോണ മത്സരം കാണുന്നില്ല. സ്ഥാനാർത്ഥികൾ മികച്ചതാണെങ്കിലും രാഷ്ട്രീയം നോക്കുമ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ റിലവൻസ് കുറഞ്ഞു വരികയാണ്. അത് തരൂരിന് ഗുണം ചെയ്യുന്നൊരു ഘടകമുണ്ട്. പക്ഷേ അദ്ദേഹം നിരന്തരമായി നിൽക്കുന്നു. 3 തവണ ജയിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് കോൺട്രവേഴ്സി ഉണ്ട്. കോൺഗ്രസിനകത്ത് എതിർപ്പുണ്ട്. പിന്നെ മറുവശത്ത് കൊണ്ടുവന്ന സ്ഥാനാർത്ഥിയുടെ മികവ്, ഇത്രയും ഫാക്ടേഴ്സ് എല്ലാം ഈ വോട്ട് ഷിഫ്റ്റിന് കാരണമാക്കും. അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് കോൺഗ്രസിലേക്കും പോകാൻ വഴിയുണ്ട്. അതുകൊണ്ട് വളരെ പ്രവചനത്തിന് അതീതമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിൽക്കുന്നത്.